കൈകൾ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് വളരെ ടാൻ ഒക്കെ വന്നിട്ട് കുറച്ച് ഡാർക്ക് ആകാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ മാറ്റി നമ്മുടെ കൈകളുടെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്ക് ഞാനിത് പരിചയപ്പെടുത്താം. നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കടലമാവ് വേണം. ഈ ഒരു സ്പൂൺ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരല്പം നാരങ്ങ നീര് വേണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മിക്സാക്കാൻ പാകത്തിനുള്ള തൈര്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ സ്കിൻ ടോൺ തരും. നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ നമ്മുടെ ചർമ്മത്തെ വൃത്തിയാക്കും, അതായത് ക്ലെൻസ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ചർമ്മം ബ്രൈറ്റ് ആക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട്, ബ്ലെമിഷസ് കുറയ്ക്കാനായിട്ട്, ഏജ് ആവുന്നതിൻ്റെ ഓരോരോ സൂചനകൾ കുറയ്ക്കാനായിട്ട് ഒക്കെ വളരെ നല്ലതാണിത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, കണ്ടില്ലേ ഈ ഒരു സ്പൂൺ ഇത്രയും മാത്രം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞളിൻ്റെ ഗുണങ്ങൾ, അതായത് നമ്മൾ കൈക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ടാനിങ് ഒക്കെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള കൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മഞ്ഞൾ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ പലതരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലെമിഷസ് കുറയ്ക്കും. എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ അത് കുറയ്ക്കും. നമ്മുടെ ചർമ്മത്തിനൊരു ഗ്ലോ തരും. മാത്രമല്ല വരകളും ചുളിവുകളും ഒക്കെ ഇല്ലാണ്ടാക്കി നല്ല ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിൻ തരാനായിട്ടും ഇത് സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സ്പൂൺ അളവിൽ ഒരല്പം നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. നാരങ്ങ നീര് ഒരിക്കലും ഡൈല്യൂട്ട് ആകാതെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. നാരങ്ങ നീര് ബ്ലെമിഷസും ബ്ലാക്ക് സ്പോട്ട്സും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ചർമ്മത്തിൽ വരകളും ചുളിവുകളും മാറാനും സ്കിൻ ലൈറ്റൺ ചെയ്യാനും ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അങ്ങനെ പ്രത്യേക അളവൊന്നുമല്ല, നമുക്കിത് ഒരു തിക്ക് പേസ്റ്റായി കിട്ടാനുള്ള തൈര് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും വരകളും ചുളിവുകളും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, ടാനിങ്ങിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയാൻ വേണ്ടിയിട്ട്, ആക്നെയുടെ പാടുകൾ കുറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൈക്ക് വേണ്ടിയിട്ടാവുമ്പോൾ നമുക്ക് ടാനിങ്ങും പിഗ്മെൻറ്റേഷൻ്റെയും പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതൽ. കുറച്ച് തിക്കായിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഹാൻഡിന് വേണ്ടിയിട്ടുള്ള പാക്ക് ഇതുപോലെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ നന്നായിട്ട് നനച്ച് വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൈപ്പത്തിയിൽ അപ്ലൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ എക്സ്ഫോളിയേറ്റർ പോലെയൊക്കെ ഇത് പ്രവർത്തിക്കും. ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് വിടാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കൈ. ആ ഒരു ഡിഫറൻസ് കാണണമെങ്കിൽ അപ്ലൈ ചെയ്ത കൈയും അപ്ലൈ ചെയ്യാത്ത കൈയും ഒരുമിച്ച് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു പാക്ക് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.